സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. തണുപ്പുള്ള നാട്ടിലെ അതിഥിയായ രുദ്രാക്ഷമരം കുറുമലയിൽ പൂവിട്ടു. പ്രകൃതി സ്നേഹിയായ ജോസിന്റെ 8 വർഷത്തെ കഠിനാധ്വാനമാണ് വട്ടുള്ളിയിലെ പുരയിടത്തിൽ ഇപ്പോൾ കൗതുക കാഴ്ചയാകുന്നത്. ഹിമാലയ സാനുക്കളിലും തണുപ്പുള്ള പ്രദേശങ്ങളിലും മാത്രം കണ്ടുവരുന്ന അപൂർവ വൃക്ഷമായ രുദ്രാക്ഷമിനി വട്ടുള്ളിയിലെ മണ്ണിലും കായ്ക്കും. ചേലക്കര വട്ടുള്ളി സ്വദേശിയായ ജോസിന്റെ പുരയിടത്തിലെ രുദ്രാക്ഷ മരമാണിപ്പോൾ പൂവിട്ട് നിൽക്കുന്നത്. 8 വർഷം മുൻപ് മൂന്നാറിൽ നിന്നും കൊണ്ടുവന്ന് നട്ട മരം പൂത്തതിന്റെ ആവശ്യത്തിലാണ് ഈ പ്രകൃതി സ്നേഹി. വേനൽ കടുത്തപ്പോൾ മരത്തിന്റെ തലപ്പുണങ്ങിയെങ്കിലും മനം മടുക്കാതെ ദിവസവും 2 നേരം തടമെടുത്ത് വെള്ളമൊഴിച്ച ജോസിന്റെ പരിശ്രമമാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. അപൂർവമായ ഈ കാഴ്ച കാണാൻ നിരവധി പേരാണ് വട്ടുള്ളിയിലെ പുരയിടത്തിലേക്ക് എത്തുന്നത്. ഉടൻ തന്നെ മരം കായ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോസും കുടുംബവും. ഇത് 2016-17 ഞാൻ മൂന്നാറിലായിരുന്നപ്പോൾ അവിടുത്തെ ഒരു ഫോറസ്റ്റ് സുഹൃത്തെ കൊണ്ട് തന്നാണ്. അപ്പോൾ അന്ന് ഈ തൈ ഇവിടെ പിടിക്കില്ല എന്നാണ് ധാരണ. പിന്നെ ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയ്ക്ക് വെച്ച് പിടിച്ചാണ്. ആദ്യത്തെ വർഷമൊക്കെ നന്നായി തഴച്ചു വളർന്നു. പിന്നെ വേനൽ സഹിക്കാൻ പറ്റാത്തൊരു വൃക്ഷമാണ്. കാരണം ഇത് ഹിമാലയൻ ഫൂട്ട് ഹിൽസിലാണ് കാണപ്പെടുന്നത്. അതുപോലെ അവിടുത്തെ തണുപ്പുള്ള സംസ്ഥാനങ്ങളാണ്. ഇവിടെ സാധാരണ വലിയ അപൂർവമായിട്ടൊക്കെയാണ് വെച്ച് പിടിക്കാറുള്ളത്. ഇത് പിടിക്കുമെന്നുള്ള ധാരണയല്ല. ഇത് ഇന്നിപ്പോൾ 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ട് ഇപ്പോഴാണ് അത് പൂത്തുണ്ടാക്കുന്നത്. പൂത്തപ്പോഴാണ് മനസ്സിലായത് ഇത് പിടിക്കുമെന്നുള്ളത്. പിന്നെ ഈ വേനലിൻ്റെ ചൂട് രൂക്ഷമായതോടുകൂടി അതിൻ്റെ മേൽഭാഗം ഉണങ്ങാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു 10-40 ലിറ്റർ വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. 2 ആഴ്ചയായിട്ടും. അപ്പോൾ ഈ ചില വൃക്ഷങ്ങൾ പൂക്കുന്ന സമയത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് പൂ പിടിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ രൂക്ഷ വേനൽ കാരണം മരം ഉണങ്ങണ്ടാവെന്ന് വിചാരിച്ചു നനച്ചു. ഇനിയിപ്പോൾ അത് പൂ എത്ര പിടിക്കുമെന്നുള്ളത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് CCV.